ഹായ്, ഹാപ്പി ഓണം. ഓണമല്ലേ, നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ വട്ടത്തിലരിഞ്ഞ ഇഞ്ചി അതിലേക്ക് ഇട്ടിട്ട് ആ ഇഞ്ചി ഒന്ന് വറുത്ത് കോരി എടുക്കുക. ആ എണ്ണയിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കുക. ഇഞ്ചിക്കറി വെക്കുന്ന സമയത്ത് നമ്മുടെ കൊച്ചുള്ളി അഥവാ ചുവന്നുള്ളി എന്ന് പറയുന്ന ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം കറക്റ്റ് ആ ഒരു ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയുള്ളി വറുത്തെടുക്കുന്നതിൽ മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മൾ ചെറിയുള്ളി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും ചെറിയുള്ളി വറുത്തതും കൂടി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കണം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി മൂത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. ആദ്യം മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികളെല്ലാം നന്നായി മൂത്തതിന് ശേഷം എത്രമാത്രം പുളി വേണം അതിനനുസരിച്ചിട്ട് വാളംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല തിള വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എത്രമാത്രം ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം കൂടി ചേർക്കുക. എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ സമയം നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം. കാരണം ഇഞ്ചിക്കറിക്ക് ഒരു ചെറിയ പുളിയും മധുരവും എരിവുമാണുള്ളത്. അങ്ങനെ നമ്മളുടെ അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓണസദ്യയിൽ തീർച്ചയായിട്ടും ഈ ഇഞ്ചിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.